ഓരോ നാട്ടിൽ ഓരോ പള്ളി വന്നു. മലയാളത്തിൽ ഓരോ പള്ളി വന്നിട്ടുണ്ടെന്നൊരു ഹൈർ എന്താ പറയുക, നിങ്ങൾ അങ്ങാടി നോക്കുള്ള നാടൻ മനുഷ്യന്മാരായിരിക്കും പള്ളിയിൽ വരിക. അവിടെ അറബി എന്നാ പറയണമെങ്കിൽ ആ സാധു അവിടെ നിന്ന് കേലയെ ഒൽപ്പിച്ച് ഉറങ്ങും, ഓനൊന്നും തിരിയില്ല. നേരച്ചു മലയാളത്തിലാണ് ഒരു എന്നോട് കഴിഞ്ഞ ദിവസം ഒരാൾ പറയണം, ഉസ്താദേ യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ പള്ളിയിലെത്തി. ഉസ്താദേ എന്തോ ഒരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നി ഉസ്താദേ, ഒരിക്കലും മുജാഹിദ് പള്ളിയിൽ പോകണമെന്ന് ഞാൻ വിചാരിച്ചല്ലോ ഉസ്താദേ, യാദൃശ്ചികമായിട്ടാണ് ഞാൻ ആ പള്ളിയിലെത്തി. നോക്കുമ്പോൾ നിങ്ങളായിരുന്നു മിമ്പറിൽ. ഉസ്താദേ ആ ഖുത്ബയാണ് എൻ്റെ ജീവിതത്തെ മുഴുവനും പരിവർത്തിപ്പിച്ച്. എത്ര മുജാഹിദുകൾക്ക് ഈ ഭാഗ്യം ഉണ്ടായിട്ടുണ്ട് അറിയങ്ങൾ? ഒരൊറ്റ സമസ്തയിലെ പണ്ഡിതന് ഈ ഭാഗ്യമില്ല. ഉസ്താദ് നിങ്ങളെ ഖുത്ബ കേട്ടിട്ട് ഞാൻ കള്ളുടിർത്തിയെന്ന് ഇലാ യൗമുൽ ഖിയാമ വരെ ഒരു ഇൻസും പറയില്ല. വല്ലാത്തൊരു അത്ഭുതമല്ലത്. അള്ള പറയട്ടെ, അള്ള ഖുർആനിൽ പറയണ ഖുത്ബ മലയാളത്തിൽ നടത്താൻ. ഖുർആനിൽ മലയാളികളാണ് ഭൂരിപക്ഷം പള്ളിയിലെങ്കിൽ റഹ്മാനായ റബ്ബ് നമ്മളോട് പറഞ്ഞെന്താ അറബി പറയാൻ പാടില്ല. ഖുർആൻ വായിക്കാത്തതുകൊണ്ട് കൗമിനെ മനസ്സിലായില്ല. ഉസ്താദ്മാർ വായിച്ചിട്ടില്ല, അമൃത പറഞ്ഞല്ല. നിങ്ങൾക്ക് എന്നോട് ദേഷ്യം തോന്നരുത്, ഞാൻ തെളിച്ച് പറയുന്ന ആളാ. സൂറത്ത് ഇബ്രാഹിമിന്റെ 4-ാമത്തെ വചനം വെറുതെ ഒന്ന് വായിച്ചു നോക്കി. 14-ാം അധ്യായം സൂറത്ത് ഇബ്രാഹിമിന്റെ 4-ാമത്തെ വചനം എന്താ പറയുക? വമാ അർസൽനാ മിർ റസൂലിൻ ഇല്ലാ ബിലിസാനി ഖൗമി ലിയുബയ്യിന ലഹും ഫയുളില്ലാഹു മയ്യശാ വയഹ്ദീ മയ്യശാ. അല്ലാഹ് എന്താ പറയുന്നത് അറിയോ? ഞാൻ ഒരു നബീനെയും ലോകത്തേക്ക് അയച്ചിട്ടില്ല. ഒരു നബീനെ എങ്ങനെ ആയിക്കൊണ്ടല്ലാതെ, ആ നബി തമിഴ്നാട്ടിലാണെങ്കിൽ തമിഴ് സംസാരിക്കുന്നവനായിട്ടല്ലാതെ. അല്ലാഹ് പറയാ, ആ നബി ജർമ്മനിയിലാണെങ്കിൽ ജർമ്മൻ ഭാഷ സംസാരിക്കുന്നവനായിട്ടല്ലാതെ, ആ നബി കൊങ്കിണി നാട്ടിലാണ് ജനിക്കുന്നതിൽ കൊങ്കിണി ഭാഷ സംസാരിച്ചിട്ടല്ലാതെ. എന്നിട്ട് റഹ്മാനായ റബ്ബ് എന്താ പറയണറിയോ? എന്തിനാണ് തമിഴ്നാട്ടിൽ ഒരു നബീനെ ഞാൻ നിയോഗിച്ചപ്പോൾ അയാൾ തമിഴ് സംസാരിച്ച്? അത് തമിഴന്മാരോടാണ് മതം പറയുന്നത്. ഓൽക്ക് മനസ്സിലാകണം. ഓൽക്ക് മനസ്സിലാകാതെ ഞാൻ ഓലെങ്ങനെ ശിക്ഷിക്കുക? ആഖിറത്തിൽ വന്നിട്ട് ഒരുത്തൻ ചോദിക്കുക, പടച്ചോനെ ഈ അറബിയിൽ ഇറക്കി, എനിക്കെട്ട് അറബി അറിഞ്ഞൂടാ, വേറെ അറിഞ്ഞൂടാ, അതൊന്നും ആരും ഇട്ട് പറഞ്ഞൊന്നുമില്ല. പടച്ചോനെ ഞാൻ ഏതോ ഒരു നാട്ടിൽ വെറുതെ പച്ച മലയാളം സംസാരിച്ച ആളാ, എനിക്ക് തിരിയുന്ന ഭാഷയിൽ ആരും ഒന്നും സംസാരിച്ചില്ല, ഒരു വാശി പിടിച്ച് മിമ്പറിൽ അറബിയാ വേണ്ടത്, അതുകൊണ്ട് കിയാമത്തെ നാൾ വരെ എനിക്കൊന്നും മനസ്സിലായില്ല. പടച്ചോനെ നീ എന്നെ എങ്ങനെ ശിക്ഷിക്കും? അതാണ് ആ ഖുർആന്റെ വചനത്തിലുള്ളത്. 4 നബിമാരൊഴികെ ബാക്കി എല്ലാവരും അനറബികളായിരുന്നു. അപ്പം ഞാൻ നിങ്ങളോട് പറയാം, ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്ക് മനസ്സിലായില്ലേ? ആ കാര്യം ഈസാ നബി എങ്ങനെ പറഞ്ഞ്? പറഞ്ഞോളി. എന്താ പറഞ്ഞു? ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഉക്കാലയിൽ റസൂലുള്ള പറഞ്ഞ ഖുലു ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു എന്ന് പറഞ്ഞ ആ സാധനാണ് ഞാൻ നേരത്തെ പറഞ്ഞ വാചകം. ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. അതെങ്ങനെയായിരുന്നു ഭവിഷ്യൽ പുരാണത്തിൽ ഉണ്ടായിരുന്നത്? ഏകം സത്ബഹുദാവിപ്രാവദന്തി യോ ദേവാ നാം നാമദാ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതൊക്കെ ഒരേ ആശയം ഈ പറഞ്ഞ്. ഇതെല്ലാം ഓരോ കാലത്തെ ജനങ്ങളോട് അവരുടെ ഭാഷയിൽ അവർ സംസാരിച്ചു. ഒരേ ആശയം. ഇത് ഈ കാര്യം ഉണ്ടല്ലോ, ഇത് ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ് ഈസാ നബി പറഞ്ഞു എന്ന് അള്ളാഹ് നമുക്ക് പറഞ്ഞിരുന്ന എങ്ങനെ അറിയും നിങ്ങൾ? സൂറത്ത് മറിയം 31 ശേഷം എടുത്തു നോക്ക്. സൂറത്ത് മറിയമിൽ പിന്നെ പറയണേ, ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം എന്ന് ഈസാ നബി പറഞ്ഞു. ഈസാ നബി എന്താ പറഞ്ഞ്? ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്. മാർക്കോസിന്റെ 12-ാം അധ്യായം 29-ാമത്തെ വചന. അതാ ഞാനിപ്പോ ആ ഭാഷയിൽ നിങ്ങളോട് സംസാരിച്ച്. ശരി, അതേ കാര്യം ഈസാ നബി ഇങ്ങനെ പറഞ്ഞു എന്ന് അറബികളോട് അള്ളാഹു എങ്ങനെ പറഞ്ഞ്? ഷമ്മ ഇസ്രായേല അഡോണ എലോഹിൻ അഡോണ യഹ്ന അല്ല, പിന്നെ ഇന്നല്ലാഹ റബ്ബി വറബ്ബുക്കും ഫഅബ്ദൂഹു ഹാദാ സിറാത്തും മുസ്തഖീം. ഗംഭീരമാണ്. ഒന്ന് പരിശോധിച്ച് നോക്കി നിങ്ങളെ. അതുകൊണ്ട് ഇവിടുത്തെ മിമ്പറിന്റെ ചോട്ടിൽ ഒരാൾ വന്നാൽ മാത്രമല്ല, അറബിയിൽ കുത്തുവണ്ടാവുന്ന പ്രശ്നമോ, 60 കൊല്ലം മുമ്പ് ആചാരി ചെയ്ത തെറ്റ് 60 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ ചെയ്യുന്നുണ്ട്. കാരണം അയാൾക്ക് മനസ്സിലായിട്ടില്ല. ഉസ്താദ് ജീവിതത്തിൽ ഒരിക്കലിട്ട് കരഞ്ഞിട്ടുമില്ല മിമ്പറിൽ. എന്താ എന്നും ഒരേ ഏട് പാടില്ലേ? ആരോ കരയോ? എന്നും പാടുമ്പോൾ ഉണ്ടാകുമോ കരച്ചിൽ? എന്നും പറയുന്നതിന് കരച്ചിൽ, എന്നും ഒരേ കാര്യമാണ് പറയുന്നത്. ഇബ്നുൽ ലബാത്തത്തിൽ മിസ്രിയുടേത്. അള്ളാന്റെ റസൂൽ ഖുത്ബനെ പറ്റി പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞെന്തറിയോ? യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ് ഖുത്ബത്താനി യജ്ലിസു ബൈനഹുമാ യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. ജാബിർ റളിയല്ലാഹു അൻഹു പറയാണ്, നബിക്ക് ഖുത്ബ ഉണ്ടായിരുന്നു വെള്ളിയാഴ്ച. 2 ഖുത്ബ, ഒന്ന് കുറച്ച് കൂടുതൽ, ഒന്ന് കുറവ്. എന്നിട്ട് എന്താ ഹദീസിലുള്ളത്? യഖ്റഉൽ ഖുർആന വയുദക്കിറുൻ നാസ്. യഖ്റഉൽ ഖുർആന, ഖുർആൻ ഓതുന്ന മിമ്പറിൽ, വയുദക്കിറുൻ നാസ് എടുക്കുന്നത് സദസ്സിൽ. മനസ്സിലായില്ല? നബി ഖുത്ബയിൽ ആയത്ത് ഉദ്ധരിച്ച് അത് വിശദീകരിക്കും. സഹാബത്ത്, അതായത് പള്ളിയിലേക്ക് കയറിയിരുന്ന ഒരാൾ കള്ളുടിയനാണെങ്കിൽ നബി കള്ളിനെ കുറിച്ച് ആ ഖുത്ബ നടത്തുന്നെങ്കിൽ ആ ഖുത്ബ കഴിയുമ്പോഴേക്ക് അയാളെ മദ്യപാനം നിർത്തി. നമ്മുടെ നാട്ടിലോ അറബിയിൽ ഖുത്ബ പറയുന്നതുകൊണ്ട് ജനങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഞാനൊരു കാര്യം കൂടെ പറയാം. കേരളത്തിലെ മുസ്ലിങ്ങൾ ടോട്ടലി പരിവർത്തിപ്പിക്കപ്പെട്ട് ഒരു നല്ല ഹൈർ ഉമ്മത്താകാൻ ഒറ്റ വഴിയുള്ളൂ. ഇവിടുത്തെ RSSകാരനോ ഇവിടുത്തെ CPMകാരനോ ഒന്നും അതിൽ ഇടപെടേണ്ടതില്ല. എല്ലാ പള്ളി മെമ്പറും കൃത്യമായിട്ട് മാതൃഭാഷയിലെ ഖുത്ബ നടത്തിയാൽ മതി.
ഈ മലപ്പുറത്താണ് ഞാൻ സംസാരിക്കുന്നത്. മലയാള മനോരമ ഒരു സർവേ നടത്തിയിട്ട് അവർ പറയുന്നത് എന്തറിയോ? മുസ്ലിങ്ങളെ കുറിച്ച് സർവേ നടത്തിയിട്ട് പറയാണ്, മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളുകൾ മുജാഹിദുകളാണ്. ഞാൻ പറയുക കേട്ടോ, മലയാള മനോരമ. അതിനവർ കണ്ടെത്തിയ കാരണം എന്താ അറിയോ? താരതമ്യേന എല്ലാ കുറ്റകൃത്യങ്ങളിൽ നിന്ന് ഏറ്റവും പിറകിൽ നിൽക്കുന്ന ജനത മുജാഹിദുകളാണ്. ഏറ്റവും മോശം സമസ്തയാണെന്ന് അവർ കണ്ടെത്തി. അവരതിന് കണ്ടെത്തിയ ഒരു കാരണം കൂടെ പറഞ്ഞു. നിങ്ങൾ പത്രത്തിൽ വരുന്ന കുറ്റകൃത്യങ്ങളുടെ ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു. പത്രത്തിൽ കുറ്റകൃത്യങ്ങൾ, അതിൽ മുസ്ലിങ്ങളുടെ പേര് നോക്കിയാൽ മാതൃഭാഷയിൽ കുത്തുപടത്തുന്ന മഹലിലായിരിക്കില്ല കുറ്റവാളികൾ അധികം ഉണ്ടാകുക, അറബി ഭാഷയിൽ കുത്തുപടത്തുന്ന മഹലിലായിരിക്കും എന്നവർ കണ്ടെത്തി. മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞ ശ്രീകുമാറുണ്ട്, വളരെ പ്രസിദ്ധനായ എഴുത്തുകാരനാണ്, മാതൃഭൂമിയിലെ ലേഖകനാണ്, ആഴ്ചപ്പതിപ്പിലെ ലേഖകനാണ്. അദ്ദേഹം ആത്മഹത്യകളുടെ വേരുകൾ തേടി എന്ന് തുടർച്ചയായിട്ട് 2-3 ലേഖനം എഴുതി കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ്. ആ ലേഖനത്തിൽ അദ്ദേഹം പറയാണ്, ആത്മഹത്യ ഏറ്റവും കുറഞ്ഞ ജനത മുസ്ലിങ്ങളാണ്. അടുത്ത വാചകം എന്താ അറിയോ? കാരണം എല്ലാ വെള്ളിയാഴ്ചയും മാതൃഭാഷയിൽ അവർക്ക് ജീവിക്കാൻ പോകുന്ന ഉപദേശങ്ങൾ കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ്. ഒരു അമുസ്ലിം എഴുതിയതാണ്, നിങ്ങൾ മനസ്സിലായിക്കോളെ. ലോകത്തിലെ ഏറ്റവും വലിയൊരു കമ്മ്യൂണിസ്റ്റ് നായകൻ പറഞ്ഞെന്തറിയോ? മുസ്ലിങ്ങൾക്ക് വെള്ളിയാഴ്ച ഖുത്ബയുള്ള പോലെ ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ച ഒരു ഉപദേശം ഉണ്ടായിരുന്നേ ലോകത്ത് കമ്മ്യൂണിസ്റ്റ് അല്ലാതെ വേറൊന്നും ഉണ്ടാവില്ല. എന്നാൽ അതിൻ്റെ പ്രാധാന്യം അയാൾ ഉൾക്കൊണ്ട് പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. കാരണം വെള്ളിയാഴ്ച ഇങ്ങോട്ട് കയറി വരിക. ഞാൻ തിരുവനന്തപുരം ഖുത്ബ നടത്തുന്ന കാലത്ത് ഒരാള് ഖുത്ബ കഴിഞ്ഞിട്ട് പൊട്ടിക്കരയാണ്, ഭയങ്കര കരച്ചിൽ, ഒരു ആജാനുഭാവുമായ മനുഷ്യൻ. അയാൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എന്നെ കൂടെ കെട്ടിപ്പിടിച്ചു പറഞ്ഞു, ഉസ്താദേ എനിക്കിങ്ങനെ നിർബന്ധമായിട്ട് കുറച്ച് സമയം തരണം, എന്നൊന്ന് ഉപദേശിക്കണം. അതിനെന്താ കുഴപ്പമില്ലായിരുന്നു. ഇവർ നമ്മൾ റൂമിലേക്ക് വാർന്ന് അയാൾ എൻ്റെ റൂമിൽ വന്നു. ഞാനിത് പച്ച ജീവിതം അവതരിപ്പിക്കട്ടോ, നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണം. അങ്ങനെ ഇയാൾ പറയാണ്, ഉസ്താദേ എന്തോ പടച്ചോൻ്റെ അയാൾക്ക് വെളിച്ചം കിട്ടാൻ അള്ളാഹു ചെയ്തൊരു പദ്ധതിയാണ്. അന്ന് മദ്യത്തെക്കുറിച്ചായിരുന്നു ഖുത്ബ, മദ്യത്തിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചായിരുന്നു ഖുത്ബ. അപ്പോൾ ഇയാൾ വെള്ളിയാഴ്ച പള്ളിയിൽ നിന്ന് മദ്യപിച്ചിട്ടാ ഇയാൾ പൊട്ടിക്കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദേ ഇന്ന് ഞാൻ കുടിച്ചിട്ടാ വന്ന്. എന്നിട്ട് അയാളെ കഥ പറയാണ്, ഉസ്താദേ കഴിഞ്ഞ 3 മാസമായിട്ട് മുജാഹിദായ ഒരാളാണ് ഞാൻ. എനിക്ക് തൗഹീദ് ശരിക്കും ബോധ്യപ്പെട്ടു ഉസ്താദേ. അതുകൊണ്ട് ഞാനിപ്പോൾ അള്ളാനെ മാത്രമേ വിളിച്ച് ദുആ ചെയ്യുന്നുള്ളൂ. പക്ഷെ ഒരുപാട് ദുശീലങ്ങളുള്ള ആളായിരുന്നു ഞാൻ 3 മാസങ്ങൾക്ക് മുമ്പ്. അതിൽ എത്രയോ ഞാൻ മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഉസ്താദേ അത് ഒഴിവാക്കണം എന്ന് വിചാരിച്ച് ഞാനിന്ന് സെലഫി പള്ളിയിൽ ഖുത്ബയൊക്കെ നീയത്ത് വെച്ച് ഇറങ്ങിയ മനുഷ്യനാണ്. പക്ഷേ എന്നും കുടിക്കുന്ന കള്ളിഷാപ്പിന് മുമ്പിലെത്തിയപ്പോൾ എൻ്റെ വണ്ടി അങ്ങോട്ടാണ് തിരിഞ്ഞ്. ഉസ്താദേ അവിടെ കയറി കുറച്ച് കുടിച്ചിട്ടാണ് ഞാൻ ശരിക്കും പള്ളിയിൽ വന്ന്. പക്ഷേ ഇന്നത്തെ ഖുത്ബ ഉസ്താദേ എൻ്റെ മനസ്സിൽ, അതുകൊണ്ട് എനിക്ക് ഇസ്തിഖാമത്ത് കിട്ടാനേ ഉസ്താദേ എനിക്ക് വേണ്ടി നിങ്ങൾ കുറച്ചു കാലം തുടർച്ചയായിട്ട് ദുആ ചെയ്യണം. മാഷാ അല്ലാഹ്, അയാൾ ഇന്ന് നമ്മുടെ ആ തിരുവനന്തപുരത്ത് ഏറ്റവും നല്ല പ്രവർത്തകനാണ്. ഒരു ഖുത്ബ അയാൾക്ക് ഉണ്ടാക്കി. നിങ്ങൾ നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുത്ബ നടത്തുമ്പോൾ ഒരാൾ കയറി വന്നു. ഞാൻ ഇത് എന്തിനാ പറയണമെന്ന് വെച്ചാൽ, നമുക്ക് മാറ്റം ഉണ്ടാവണം, നമ്മുടെ നാട് നന്നാവണം, നമ്മുടെ മക്കൾ നന്നാവണം. ഖുത്ബയിൽ കേൾക്കാൻ വരുന്നത് ഇപ്പം മഞ്ചേരി പള്ളിയിലാണ് ഖുത്ബ നടത്തുന്നത്. അവിടെ അവിടുത്തെ അടുത്ത കോളേജിലൊക്കെ ഒരുപാട് കുട്ടികൾ, എത്ര കുട്ടികളാണ് ഫോൺ നമ്പർ വാങ്ങിപ്പോകുന്നത്. ഇന്നലെ ഒരു ചെറിയനെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എനിക്ക് ഭയങ്കരമായിട്ട് ആ ഒരു പോയിന്റ് നിങ്ങൾ പറഞ്ഞില്ലേ, ആ ഒരു ഭാഗം അത് എനിക്ക് ഭയങ്കരമായിട്ട്, ഞാൻ എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും അത് ഷെയർ ചെയ്തു. ഉസ്താദേ കുറച്ച് കാലങ്ങൾ ഇവിടെ തുടരൂലേ? ആ കുട്ടിയുടെ ആത്മാർത്ഥം ചോദിക്കുകയാണ്, ഉസ്താദേ കുറച്ച് കാലങ്ങൾ ഇവിടെ തുടരും ഉസ്താദേ. ഈ നാട്ടിൽ ഒരുപാട് ആളുകൾ ഇപ്പം ഇവിടെ വരുന്നുണ്ട് ഉസ്താദ്, എനിക്കറിയാവുന്ന മുജാഹിദല്ലാത്ത, മുജാഹിദിനെ അരച്ചു കൊടുത്ത കലക്കി കുടിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാർ ഇപ്പോൾ ഉസ്താദേ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ദിട്ടേച്ച് പോരുതിട്ടോന്ന്. എനിക്ക് എന്നെ സങ്കടമായിപ്പോയി. ആ ചെറിയോൻ പറയാണ്, ആ വോയിസിൻ്റെ മൊബൈലിൽ കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, നോക്കട്ടെ മോനെ, ആകുന്നിടത്തോളം. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, സുഹൃത്തുക്കളെ ഖുത്ബുണ്ടാക്കുന്ന പരിവർത്തനം യഖ്റഉൽ ഖുർആന വയുദക്കിറുന്നാസ്. അല്ല അങ്ങനെയാണ് പറയുന്നത്. നബി അങ്ങോട്ട് ഖുർആൻ ഓതും. എന്നിട്ട് ഒരാൾ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ നബിക്ക് അയാളെ കണ്ടപ്പോൾ എന്താ തോന്നി അറിയോ? ഒരു ദരിദ്രനായ മനുഷ്യനാണ് അയാൾ. ഡ്രസ്സൊക്കെ വളരെ മുഷിഞ്ഞിരിക്കുന്നു. അന്ന് റസൂലുള്ള ഖുത്ബയ്ക്ക് ശേഷം എല്ലാവരോടും നല്ല ഡ്രസ്സുകൾ, നമ്മൾ ഈദ് കിസ്വ ചെയ്യുന്ന പോലെ നല്ല ഡ്രസ്സുകൾ കൊണ്ടുവരാൻ പറഞ്ഞു. അപ്പോൾ ജുമ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് ഓടി. എന്നിട്ട് എല്ലാവരും നല്ല ഡ്രസ്സ് കൊണ്ടുവന്ന് ഓരോരുത്തരും ഇങ്ങനെ ആ പള്ളിയിലിട്ടു, മസ്ജിദ് നബവിയിൽ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടു. ആ മസ്ജിദ് നബവിയിൽ ഈ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ കൊണ്ടുപോയി ഇട്ടിട്ട് അതിൽ നിന്ന് ഏറ്റവും മുന്തിയ 2 ഡ്രസ്സ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ട്, നിങ്ങൾ ചിന്തിക്കണേ, ഏറ്റവും നല്ല ഡ്രസ്സ് എടുത്തിട്ട് ഈ പിന്നെ വന്ന മനുഷ്യനല്ലേ ദരിദ്രനായ അയാൾക്കത് കൊടുത്ത റസൂല്, അയാൾ അതുകൊണ്ട് പോയി. നെക്സ്റ്റ് വീക്കിലെ വെള്ളിയാഴ്ചയിൽ നബി ഡ്രസ്സ് ദാനം ചെയ്യുന്നതിന് പ്രത്യേകത നബി വീണ്ടും പറഞ്ഞു. അവിടെ ഒരു അത്ഭുതം ഉണ്ടായി. കഴിഞ്ഞ ആഴ്ച 2 ഡ്രസ്സ് വാങ്ങിയ മനുഷ്യനല്ലേ, അയാൾ ഒരു ഡ്രസ്സ് നബീൻ്റെ ഫണ്ടിൽ കൊണ്ടുപോയിട്ട്, നമ്മൾ അന്നത്തെ കാലത്തോ വാങ്ങുന്നോ ഓൻ മരിക്കുന്നവരെ കൊടുക്കുന്നവൻ മരിക്കുന്നവരെ കൊടുത്തുകൊണ്ട് നോക്കും, അവന് മാറ്റം ഉണ്ടാവില്ല. പക്ഷെ ഇവിടെ എന്താ മാറ്റം? കഴിഞ്ഞ വെള്ളിയാഴ്ച കേട്ട ഖുത്ബയിൽ നിന്ന് അദ്ദേഹം ആവേശം ഉൾക്കൊള്ളുകയാണ്, ദാനം ഏറ്റുവാങ്ങിയ അയാള്. ആ മനുഷ്യൻ അടുത്ത വെള്ളിയാഴ്ച നമ്മളെ തിരിച്ചു കൊടുക്കാൻ പ്രാപ്തനാകുന്ന അത്ഭുതത്തിന്റെ പേരാണ് ഖുത്ബ. അല്ലാണ്ട് ഒരു ഒച്ചപ്പാടിന്റെ പേരല്ല, ഒരു അറബിയിലെ ഒച്ചപ്പാടിന്റെ പേരല്ല ഖുത്ബ എന്ന് പറയുന്നത്. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, മുജാഹിദുകൾക്ക് കേരളത്തിലെ മുഴുവൻ മിമ്പറും തന്നാലെന്ന് ഞാൻ വെറുതെ പറഞ്ഞല്ല, അത് വിവാദ പ്രസ്താവന എന്നല്ല, ബോധപൂർവ്വം ഞാൻ നടത്തിയതാ. എല്ലാ വെള്ളിയാഴ്ചയും
ഖുതുബ മാത്രം മുജാഹിദ് കയറുക. സമസ്തന്റെ പള്ളി തന്നെ പരിവർത്തനം 5 കൊല്ലം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കി ഇവിടെ കാണിച്ചു തരും. ഞാൻ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഞാൻ ചോദിക്കട്ടെ, ഖുതുബ കേട്ട് നന്നായാലൊന്ന് കയ്യൊന്നിക്ക്. ആദ്യമായിട്ട് മുജാഹിദ് പള്ളിയിൽ നിന്ന് ഖുതുബ ഇട്ടിട്ട് നന്നായാലൊന്ന് ആത്മാർത്ഥമായിട്ട് കയ്യൊന്നിക്ക്. നിങ്ങൾ ഒരുപാട് കാലം സമസ്തയായിട്ട് അങ്ങനെ ജീവിച്ചു, അതിൻ്റെ ഇടയ്ക്ക് യാദൃശ്യമായിട്ട് പള്ളിയിലെത്തി. പിന്നെ നന്നായ എത്ര മനുഷ്യന്മാർ ഈ ദുനിയാവിൽ? ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ആർക്കാ നിഷേധിക്കാൻ കഴിയുക? ഞാൻ ഇതെന്തിങ്ങനെ പറയണമെന്നല്ല, നമ്മുടെ വിഷയം ഖുർആനായതുകൊണ്ടാ. ഈരാറ്റുപേട്ടയിൽ ചെന്നിട്ട് ഖുതുബ 2 കൊല്ലം അവിടെ ഏറ്റെടുത്ത്. അപ്പോൾ അവിടുത്തെ ഉസ്താദുമാർ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു, എന്ത് ഇവരെ ഖുർആൻ വേറെയാണ്, ഇവരെ നബി വേറെയാണ്, ഇവരെ ഖുർആനല്ല നമ്മളെ കയ്യിലുള്ള ഖുർആൻ എന്നങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അവിടെ വരുന്ന ജനങ്ങൾ ഖുതുബ ഇട്ടാൽ ഇത്രാമത്തെ അധ്യായം ഇത്രാമത്തെ വചനം. ഞാൻ അവരോട് പറയും, നിങ്ങൾ സമസ്തൻ്റെ പരിഭാഷ എടുത്ത് നോക്കിയാൽ മുജാഹിദ് ബാലുശ്ശേരി തെറ്റാണോ പറഞ്ഞെങ്കിൽ നിങ്ങൾ സ്വീകരിക്കേണ്ടതാണ്. അങ്ങനെ അവിടെ ഇങ്ങനെ കഞ്ചാവും കള്ളും ഒക്കെ കുടിച്ചേർന്ന കുറേ, ഈരാറ്റുപേട്ട എന്ന് പറഞ്ഞാൽ 10,000-40,000 മുസ്ലിങ്ങളുള്ളൊരു നാടാണ്, ഒരു മിനി പാകിസ്ഥാനാണ്. പോയവർക്കറിയാം. ആരുണ്ടോ അവിടെ ഈരാറ്റുപേട്ടക്കാരെങ്കിലും ഉണ്ടോ? ഇല്ല, അവിടെ പോയവരുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ അവിടെ മസ്ജിദ് സലാമിലായിരുന്നു ഞാൻ ഖുതുബ നടത്തിയിരുന്നത്. സുഹൃത്തുക്കളെ, ഈ കുട്ടികളൊക്കെ വന്നിട്ട് നന്നായി കള്ളുടിയൊക്കെ ഒഴിവാക്കി, കഞ്ചാവൊക്കെ ഒഴിവാക്കി. അവർ നല്ല കുട്ടികളായപ്പോൾ അവിടുത്തെ വലിയൊരു ഉസ്താദ്, പേരൊന്നും ഞാൻ പറയില്ല, ഇത് നോമ്പാ, ആ ഉസ്താദ് ഈ കുട്ടികളെ വീട്ടിൽ പോയിട്ട് പറയണമെന്നറിയോ, നിങ്ങൾ പഴിച്ചു ചെയ്യുന്നു, നിങ്ങൾ പഴിച്ചു ചെയ്യുന്നു. അപ്പം അതിലൊരു ചെറിയ കുറച്ച് സ്ട്രോങ്ങുള്ളൊരു ചെറിയ ഞാൻ പറഞ്ഞു, ഉസ്താദേ കുറച്ച് ബഹുമാനം എനിക്കില്ലായിരുന്നു, എൻ്റെ കാല് നിങ്ങൾ നെഞ്ഞത്തുനിന്ന് മുറിക്കായിരുന്നു, ചവിട്ടിയിട്ട് നിങ്ങളെ തള്ളിയിടുമായിരുന്നു നിലത്ത്. അപ്പോൾ ഇയാളാകെ കിടുങ്ങിപ്പോയി ഈ മൊയിലിയാർ. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ പറയണമെന്നറിയോ, സാർ ഞാൻ കള്ള് കുടിച്ചും പഞ്ചാബ് അടിച്ചും പെണ്ണ് പിടിച്ചും നടന്ന കാലത്ത് എൻ്റെ വീട്ടിൽ നിങ്ങൾ കയറി വന്നില്ല. ഞാൻ മുജാഹിദ് പള്ളിയിൽ പോയി കള്ളുടിയും കഞ്ചാബും ഒക്കെ നിർത്തി നല്ല മനുഷ്യനായപ്പോൾ നിങ്ങൾ പഴിച്ചു എന്നറിയാൻ വന്നതല്ലേ. അല്ലാണേ ഞാൻ ബാക്കിയുള്ള ഓർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ആ ചവിട്ടി ഞാൻ നിലത്ത് തള്ളിയിടായിരുന്നു, മര്യാദയ്ക്ക് ഇറങ്ങിപ്പോയിക്കോളേ. ഓൻ്റെ വികാരമാണത്. കള്ളുടിച്ചും കഞ്ചാവ് ഇടുന്ന കാലത്ത് മുല്യന്മാർക്ക് ഓൻ്റെ അടുത്ത് പോകാൻ നേരം കിട്ടിയില്ല. ഓ മുജാഹിദായി നന്നായും തോന്നിപ്പോരി ചെല്ലുക. ഈ കറക്റ്റ് നിസ്കരിച്ചു തുടങ്ങിയില്ലേ, ഈ പഴിച്ച് അതിൻ്റെ ഇടയ്ക്ക് നിസ്കാരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോൾ കള്ളു കുടിച്ച് കാട്ടറയടിച്ച് തുണി ഉരിഞ്ഞ് ഓബിച്ചാലിൻ്റെ മുകളിൽ കിടന്നപ്പോൾ മൊയിലിയാർ ഓൻ്റെ അടുത്തോട് പോയിട്ടുണ്ട്. ഇത് റഹീമിൻ്റെ മോൻ ബഷീറ, മാഷാ അല്ലാ, കിടക്ക് മോനെ. ഞാൻ ആ അമർഷം രേഖപ്പെടുത്തുകയാണ്. ഈ ഉമ്മത്തിനോട് ഉസ്താദുമാർ ചെയ്ത അക്രമോർത്തിട്ടെ ഒരു സംഖ്യയ്ക്ക് മുസൽമാൻ എങ്ങനെ പേപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലടോ. എത്രമേൽ ഭീകരമാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ, എന്തറിയോ?